അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا رب زدنا علما نافعا رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാം നമ്മയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും ഒരാൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടാൻ ഇടയാക്കല്ല റഹ്മാനെ. യാ അല്ലാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ഒരു ചെറിയ ആയത്ത് നമുക്ക് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു പറയുന്നു, വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിനോട് വലിയ ഇഷ്ടമാണെന്ന് അല്ലാഹു പറയുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻബിയാ അതിൽ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു അറിയിക്കുകയാണ്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അനാ ഫഅബ്ദൂൻ. അള്ളാഹു പറയുന്നു, നബി തങ്ങളോട് പറയുകയാണ്, ഞാനല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ആരുമില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിക്കുക എന്ന സന്ദേശം നൽകിയിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ മായിദയിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദാ സമയൂ മാ ഉൻസില ഇലർ റസൂലി തറാ അയ്നുഹും തഫീലു മിനദ്ദമി മിമ്മാ അറഫു മിനൽ ഹഖ്. അള്ളാഹു പറയുന്നു, റസൂലിൻ്റെ മേൽ വഇദാ സമയ മാ ഉൻസില റസൂലി ഫഇദാ സമയൂ മാ ഉൻസില ഇലൈഹി റസൂലി. റസൂലിൻ്റെ മേൽ അവതരിക്കപ്പെട്ട കിതാബിനെ താങ്കൾ വായിച്ചു കേൾക്കുമ്പോൾ ആ കിതാബിൻ്റെ പ്രതിഫലനം കാരണം തറാഅയ്യുനഹും തഫീദു മിനദ്ദമി, കണ്ണുകളിൽ നിന്ന്, അവരുടെ നയനങ്ങളിൽ നിന്നും കണ്ണുനീർ ഒലിക്കുന്നതായി താങ്കൾക്ക് കാണാം നബിയെ. മിമ്മ അറഫു മിനൽ ഹക്ക്, അത് അതിൻ്റെ സത്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്കൊരു ഹദീസ് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവർ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഈമാനു ബിൽഉൻ വസബഊന ശുഅബത്തൻ. ഈമാനിന് 70-ലേറെ ശാഖകളുണ്ട്. ഫഅഫ്ളലുഹ, അതിൽ ശ്രേഷ്ഠമായത് ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. അദ്നാഹ, അതിൽ അവസാനത്തെ ശാഖ, താഴ്ന്ന ശാഖ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണെന്നും ഏറ്റവും താഴ്ന്ന ശാഖ അദ്നാഹ ഇമാത്തത്തു അത് അനിത്വരീക്ക്, വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വൽ ഹയാഉ ശുഅബത്തൻ മിനൽ ഈമാൻ. അത് ഹയാ, ലജ്ജ എന്നത് ഈമാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം മനുഷ്യനെ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും അവകാശികളുടെ അവകാശങ്ങൾ നിഷേധിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗുണമാണ് ലജ്ജ.
അത് ഈമാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തിൽ ആലി ഇമ്രാൻ 3-ാമത്തെ സൂറത്താണ്. അതിൽ 133, 134 ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു, വസാരിഊ ഇലാ റബ്ബിക്കും മിൻ മഗ്ഫിറത്തിൻ വജന്നത്തിൻ അർളുഹ സമാവാതി വൽ അർളു ഉഇദ്ദതു ലിൽ മുത്തഖീൻ. സാരിയോ, നിങ്ങൾ ധൃതിവേഗത്തിൽ നിങ്ങൾ മുന്നേറുക. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ പാപമോചനത്തിനും അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറുക. മാത്രമല്ല ജന്നത്തിൻ അർളു സമാവാതി വൽ അർളി, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം നേടിയെടുക്കാനും നിങ്ങൾ മുന്നേറണം. അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് വേണ്ടി മുന്നേറണം. ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, അള്ളാഹു എന്നിട്ട് പറയുകയാണ്, സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത് ലിൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്നവർക്കാണ്. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തഖ്വ എന്ന വാക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ധർമ്മനിഷ്ഠ പാലിക്കുക എന്ന വാക്ക്. എന്നിട്ട് അള്ളാഹു പറയുന്നു, യുൻഫിഖൂന, ആ സത്യവിശ്വാസികൾ എങ്ങനെ, സത്യനിഷ്ഠയുള്ളവർ എങ്ങനെ ആയിരിക്കുമെന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്നു. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി വൽ ഖാലിമീനൽ ഗൈള വഅഫീന അനിന്നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു പറയുന്നു, അവർ മുത്തഖീങ്ങൾ ആരായിരിക്കും? വല്ലദീന യുൻഫിഖൂന, അവർ ചിലവഴിക്കുന്നതാണ്. ഫിസ്സറായി വല്ലറായി, ദുഃഖ അവസ്ഥയിലും അവരുടെ സുഖ അവസ്ഥയിലും, സുഖത്തിൻ്റെ സമയത്തും ദുഃഖത്തിൻ്റെ സമയത്തും അവർക്ക് അള്ളാഹു കൊടുത്തത് കൊണ്ട് ആ കൊടുത്ത റിസ്ക്കിൽ നിന്നും അവർ ചിലവഴിക്കുന്നവരാണവർ. വൽ ഖാലിമീനൽ ഗൈള, അവർ കോപത്തെ പിടിച്ചു വയ്ക്കുന്നവരാണ്. വൽ ആഫീന അനിന്നാസി, ജനങ്ങൾക്ക് അവർ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം നമുക്ക് മനസ്സിലാക്കാം. മൈമൂൻ ബിൻ മെഹ്റാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൃത്യ ഒരു ദിവസം അദ്ദേഹത്തിന് കറിയുമായി വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കറിയും പാത്രവും താഴെ വീണു. കറിയും പോയി, പാത്രവും ഉടഞ്ഞു. പാത്രത്തിൻ്റെ ഒരു കഷ്ണം അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു, കാലിൽ തട്ടി മുറിയുകയുണ്ടായി. മഹാനായ മൈമൂൻ റളിയല്ലാഹു അൻഹു ക്ഷുഭിതനായിക്കൊണ്ട് ആ ഭൃത്യയെ അടിക്കാൻ കൈയോങ്ങിയപ്പോൾ ആ ഭൃത്യ പറഞ്ഞു, യാ മൗല, എൻ്റെ യജമാനനെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്, യജമാനനെ അതൊന്ന് കേൾക്കണം. വിശുദ്ധ ഖുർആനിലെ വചനമെന്ന് പറഞ്ഞപ്പോൾ മൈമൂൻ റളിയല്ലാഹു അൻഹുവിന് കേൾക്കാൻ ഒരു സന്തോഷം തോന്നി. അങ്ങനെ അവർ പറഞ്ഞു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വൽ ഖാലിമീനൽ ഗൈള, യജമാനനെ ദേഷ്യത്തെ അടക്കി വെക്കണം, ദേഷ്യത്തെ പിടിച്ചു വെക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ഈ വചനം അദ്ദേഹത്തിൻ്റെ മനസ്സിന് അല്പം മനഃശാന്തി ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖദ് ഫഅൽതു, ഞാൻ എൻ്റെ ദേഷ്യം പിടിച്ചടക്കി ഭൃത്യയെ. അവസാനം രണ്ടാമത് ആ ഭൃത്യം വീണ്ടും പറയുകയാണ്, യാ മൗല, എൻ്റെ യജമാനനെ, യൗമൽ ബിമാ ബഅദഹു, അതിനുശേഷം ഒരു കാര്യം കൊണ്ട് യജമാനൻ അതും കൂടി ഒന്ന് കേൾക്കണം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്താണത്? അപ്പോൾ ചോദിച്ചു, വലാഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് യജമാനനെ. ഇതുകൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായി. അദ്ദേഹം പറഞ്ഞു, ഖദ് അഫൗതു അൻകി, ഞാൻ നിനക്കിതാ വിട്ടുവീഴ്ച ചെയ്തു തന്നിരിക്കുന്നു. ഉടൻ തന്നെ ആ ഭൃത്യ വീണ്ടും പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്നും പറഞ്ഞിട്ടുണ്ട് യജമാനനെ. അള്ളാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം മൈമൂൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിന് വളരെ വ്യത്യാസമുണ്ടാക്കി, മനസ്സിന് പരിവർത്തനമുണ്ടാക്കി. ഈ വചനം വൽ ഖാലിമീനൽ ഗൈള വആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന ആയത്ത് മഹാനവറുകളുടെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് പരിവർത്തനമുണ്ടാക്കി. ആ ഭൃത്യയെ, ആ വേലക്കാരിയെ മോചിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മുടെ മനസ്സിനും ഖുർആൻ ഹദീസുകൾ കൊണ്ട് പരിവർത്തനമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ, പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ഖുർആൻ പഠിക്കുന്നവരാണ്, വായിക്കുന്നവരാണ്. പാരായണം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ്റെ മലയാളം അർത്ഥം കൂടി മനസ്സിലാക്കുക. അതിലടങ്ങിയിരിക്കുന്ന പൊരുൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിന് താനെ പരിവർത്തനമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല, എനിക്കാരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ കിതാബ് വാങ്ങിച്ച്
പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ വാങ്ങി അതിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തനം തന്നു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പരിവർത്തനം ഉണ്ടാകണം. ഇത് എല്ലാം നമ്മൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തഅലബ്, നിങ്ങൾ കോപിക്കരുത്, വലക്കൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. കോപത്തെ പിടിച്ചു വയ്ക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്നും, ഇന്നൽ ഉലബ, തീർച്ചയായും കോപം, യുഫ്സിദുൽ ഈമാൻ, നിങ്ങളുടെ ഈമാനിനെ, നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയുമെന്ന് കാല സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹു ഇന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിക്കുന്നുണ്ട്. തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ, ഇന്നല്ലാഹ തവ്വാബീന, അള്ളാഹു തൗബ ചെയ്യുന്നവരെയും വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഭയപ്പെട്ട ഒരായത്ത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. തൗബ ചെയ്യാത്തവരെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് തൗബ ചെയ്യാത്തവർ അവർ അക്രമികളാണ്, അവർ ളുൽമ ചെയ്യുന്നവരാണ്. ളാലിമൂൻ എന്ന പദമാണ് വിശുദ്ധ ഖുർആനിൽ തൗബ ചെയ്യാത്തവരെ അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തൗബ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു ഏറ്റവും സന്തോഷവാനാകുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സന്തോഷവാനാകുന്ന ഒരു സമയമുണ്ട്. അത് ഏതാണ്? ഇന്നല്ലാഹ അഷദ്ദു ഫർഹൻ ലി തൗബത്തി അബ്ദിഹി. അള്ളാഹു അങ്ങേറ്റം സന്തോഷവാനാകുന്ന സമയം ലി തൗബത്തി അബ്ദിഹി, അള്ളാഹുവിൻ്റെ ഒരു ദാസൻ, അള്ളാഹുവിൻ്റെ അടിമ തൗബ ചെയ്യുന്ന സമയമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരാകണം. തവ്വാബീന, അള്ളാഹു പറഞ്ഞതുപോലെ തവ്വാബീങ്ങളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് നമ്മൾ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് പകർത്താനും നാഫിയായ ഇൽമ കിട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും, നമുക്കുള്ള അറിവ് പ്രിയപ്പെട്ടവരെ നാഫിയാകണം. എങ്കിലേ നമുക്ക് പരലോകത്ത് വിജയമുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അള്ളാഹു ഈ ഖുർആൻ ഹദീസുകൾ കൊണ്ട് നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകണം. ഇന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹ്, ഞങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം നിനക്കറിയാമല്ലോ അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ശാരീരികമായും മാനസികമായും പൈശാചികമായുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ മാറ്റി ഞങ്ങൾക്ക് നീ സമാധാനവും സന്തോഷവും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ എല്ലാ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥ, രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റഹ്മാനെ. ഓപ്പറേഷന് വിധേയമാകുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് വയ്ക്കല്ലേ അള്ളാഹുവേ. ഞങ്ങൾക്ക് നീ ഒരു രോഗവും തരല്ലേ റഹ്മാനെ. മരണം വരെ നിന്നെ സ്തുതിച്ചും നിനക്ക് വേണ്ടി ദുആ ചെയ്തും കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ നമസ്കാരം നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ നാഥ. അള്ളാഹുവെ, നിന്നെ അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് ചെയ്യണേ അള്ളാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മനസ്സുകളിൽ നിന്നെ കൊണ്ടുള്ള ഹുബ്ബ്, നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ കൽബുകളെ നീ നിറയ്ക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ മക്കളെ നാടിനും വീടിനും ഗുണകരമാകുന്ന മക്കളാക്കണേ റഹ്മാനെ. നാടിനും വീടിനും ദീനിനും ഗുണകരമാക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا واغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته.